പ്ലസ് വണ്ണിലേക്ക് കടന്നപ്പോൾ തന്നെ പല സബ്ജക്റ്റിന്റെ പേരുകൾ തന്നെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കണം. നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനും അതേ അവസ്ഥ തന്നെയായിരുന്നു. അപ്പോൾ പൊളിറ്റിക്സ്, എക്കണോമിക്സ്, സോഷ്യോളജി, ഹിസ്റ്ററി, ഈ പേരുകൾ ഹിസ്റ്ററി നമ്മൾ ഓക്കെ കേട്ടിട്ടുണ്ട്, സമ്മതിച്ചിരിക്കുന്നു. സോഷ്യോളജി സബ്ജക്റ്റ് നമ്മൾ കേട്ടിട്ടില്ല, ആദ്യമായിട്ടാണ്. പൊളിറ്റിക്സ് ആദ്യമായിട്ടാണ്. പക്ഷേ ഈ വാക്കുകളൊക്കെ നമ്മൾ സോഷ്യൽ സയൻസിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സബ്ജക്റ്റിൽ തന്നെ ഇത്ര കൺഫ്യൂഷൻ വരുമ്പോൾ ചാപ്റ്റർ കൂടി വരുമ്പോൾ എത്രത്തോളം കൺഫ്യൂഷൻ ഉണ്ടാവും. മക്കളെ, നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു കാര്യം പറയാം. പ്ലസ് വണ്ണിലാണ് പ്ലസ് ടുവിനേക്കാൾ ഏറ്റവും കൂടുതൽ ഫുൾ മാർക്ക് പൊളിറ്റിക്സിൽ വരുന്നത്. വെറും മാർക്കല്ല, ഫുൾ മാർക്ക് പൊളിറ്റിക്സിൽ വരുന്നത്. ബാക്കി നിങ്ങളുടെ ഉടായ്പ കാര്യങ്ങളൊക്കെ കൂടി അത് കുറവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സി മാർക്കും കൂടി കിട്ടിയാൽ 80 എഴുതി വാങ്ങിയിട്ടും 20 നിങ്ങൾക്ക് സി മാർക്കും കൂടി കിട്ടിക്കഴിഞ്ഞാൽ 100ൽ 100 മാർക്ക് വാങ്ങിയ ഒരുപാട് കുട്ടികൾ അറിയാം. അപ്പൊ അത് സാറേ പഠിക്കണം, നല്ല പഠിക്കണം കുട്ടികൾ 100ൽ 100 വാങ്ങിയതാവും. അല്ലടാ, 10ാം ക്ലാസ്സിൽ 3 A+ഉം 2 A+ഉം 1 A മാത്രം വാങ്ങിയ കുട്ടികളൊക്കെ പൊളിറ്റിക്സിൽ 100ൽ 100 വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അതേ കുട്ടികൾ പ്ലസ് ടുവിലേക്ക് എത്തിയപ്പോൾ മാർക്കിൽ കുറവ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അവരോടൊക്കെ ചോദിച്ചപ്പോഴും ഞാൻ ടെക്സ്റ്റ് ബുക്ക് ഞാൻ റെഫർ ചെയ്ത് കഴിഞ്ഞപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പ്ലസ് വണ്ണിനേക്കാൾ പ്ലസ് ടു ഭയങ്കര ടഫാണ്. നമുക്ക് പ്ലസ് വണ്ണിനെ പറ്റി പറഞ്ഞാൽ മതി, ഇപ്പൊ പ്ലസ് ടുവിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ മരിക്കുമെന്ന് ആലോചിച്ചിട്ടും നമ്മൾ ജീവിക്കുന്നില്ലേ, അത്ര ആലോചിച്ചാൽ മതി. അപ്പൊ ഇപ്പൊ നമ്മൾ ആ ഒരു കാര്യത്തിനെ പറ്റി ആലോചിക്കണം, അത് അപ്പോഴല്ലേ, അപ്പൊ നമ്മൾ സെറ്റ് ആവാടാ. ഓക്കെ, നമ്മുടെ ചാപ്റ്റേഴ്സിന്റെ എണ്ണം നോക്കി നോക്കാം. ആദ്യം തന്നെ 20 ചാപ്റ്റർ എൻ്റെ പൊന്നാര മക്കൾക്ക് പഠിക്കാനുണ്ട്. 20 ചാപ്റ്റർ പഠിക്കാനുണ്ട്. 20 ചാപ്റ്റർ, 20 ചാപ്റ്റർ 80 മാർക്ക്. അങ്ങനെയാണ് ഇതിന്റെ രീതി. ആദ്യം പാർട്ട് 1 പാർട്ട് 2 എന്നുള്ള രൂപത്തിലാണ് നമ്മൾ നോക്കേണ്ടത്. പാർട്ട് 1 പാർട്ട് 2. പാർട്ട് 1 എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. പാർട്ട് 1 എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന പല കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഏതിൽ പാർട്ട് 1ൽ പറയുന്നത്. പാർട്ട് 2 ആണെങ്കിലോ പൊളിറ്റിക്കൽ തിയറിയാണ്. ഓക്കെ, പാർട്ട് 1ൽ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടും പാർട്ട് 2ൽ പൊളിറ്റിക്കൽ തിയറിയാണ്. ഈ പാർട്ട് 1 പാർട്ട് 2 എന്ന് ഞങ്ങൾ അങ്ങനെ പഠിക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യം, ഞാൻ പ്രത്യേക നേട്ടങ്ങളൊന്നും മനസ്സിലാക്കിയിട്ട് എല്ലാ ചാപ്റ്ററിനും അത്യാവശ്യം ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ എസ് എ ക്വസ്റ്റ്യൻ ഏതിൽ നിന്നൊക്കെയാണ് വരാന്നുള്ളതൊക്കെ ഞാൻ ആദ്യമായി പറഞ്ഞുതരാം. എടാ മക്കളെ, ആദ്യം തന്നെ നമ്മൾ നോക്കിക്കൊണ്ട് ചാപ്റ്ററിന്റെ എണ്ണം, ചാപ്റ്ററിന്റെ പേരുകൾ. ഒന്നാമത്തെ ചാപ്റ്റർ കോൺസ്റ്റിറ്റ്യൂഷൻ, വൈ ആൻഡ് ഹൗ. ഭരണഘടന എന്തിനാണ് നമ്മൾ, അല്ലെങ്കിൽ എങ്ങനെ വന്നു, ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ. അടുത്തത് ചാപ്റ്റർ 2ൽ റൈറ്റ്സ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. മക്കളെ, ഫണ്ടമെന്റൽ റൈറ്റ്സ് അറിയില്ലേ, മൗലികാവകാശങ്ങൾ. ഈ മൗലികാവകാശങ്ങൾ പ്രധാനമായിട്ട് പഠിക്കുന്ന ചാപ്റ്ററാണ് ഈ രണ്ടാമത്തെ ചാപ്റ്റർ. എസ് എ ക്വസ്റ്റ്യൻ ആണ്, 6 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ചാപ്റ്റർ 3 ആണ് എലക്ഷൻ ആൻഡ് റെപ്രസെന്റേഷൻ. എലക്ഷൻ ആൻഡ്, അതായത് എങ്ങനെയാണ് കൃത്യമായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷനെ പറ്റിയിട്ട്, ഇന്ത്യയിലെ ഇലക്ഷൻ രീതികൾ. പിന്നെ എക്സിക്യൂട്ടീവ്. ചാപ്റ്റർ 5 ദ ലെജിസ്ലേച്ചർ. 6 ദ ജുഡീഷ്യറി. 7 ഫെഡറലിസം. ചാപ്റ്റർ 8 ലോക്കൽ ഗവൺമെന്റ്, പ്രാദേശിക ഗവൺമെന്റ്. അതിൽ നിന്നും ഒരു എസ് എ വരാനുണ്ട്. 72 73 ഭരണഘടനാ ഭേദഗതി. ഇതൊക്കെ ഓണം കഴിഞ്ഞാലാണ്, ഓണം പരീക്ഷയ്ക്ക് കഴിഞ്ഞാലാണ്. ചാപ്റ്റർ 9 കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ലിവിംഗ് ഡോക്യുമെന്റ്, കുഞ്ഞു ചാപ്റ്ററാണ്. ചാപ്റ്റർ 10 ഫിലോസഫി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിലും കുഞ്ഞു ചാപ്റ്ററാണ്. ഓക്കെ ആണല്ലോ. ഇതാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ള 10 ചാപ്റ്റർ എന്ന് പറയുന്നത്. എന്നിട്ട് അടുത്ത ചാപ്റ്ററിലോട്ട് പോയി കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ തിയറി ആണ്. ഇവിടെയും ചാപ്റ്റർ 1 ചാപ്റ്റർ 2 എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ തിയറി ആൻഡ് ഇൻട്രൊഡക്ഷൻ. ചാപ്റ്റർ 2 ഫ്രീഡം, എന്തൊക്കെ തരം നമ്മൾ ഫ്രീഡം, സ്വാതന്ത്ര്യം. പിന്നെ അതുപോലെ തന്നെ ചാപ്റ്റർ 3 ഇക്വാലിറ്റി. ചാപ്റ്റർ 4 സോഷ്യൽ ജസ്റ്റിസ്. ചാപ്റ്റർ 5 റൈറ്റ്സ്. ചാപ്റ്റർ 6 സിറ്റിസൺഷിപ്പ്, പൗരത്വം. ചാപ്റ്റർ 7 നാഷണലിസം, ദേശീയത. ചാപ്റ്റർ 8 സെക്കുലറിസം, മതേതരത്വം. അവിടുന്ന് എസ് എ വരാറുണ്ട്. പീസ്, സമാധാനം. ഡെവലപ്മെന്റ്, വികസനം. ഓക്കെ ആണല്ലോ. ഇത്തരം ചാപ്റ്ററുകളാണ് നമുക്ക് ഈ പൊളിറ്റിക്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത്തരം ചാപ്റ്ററുകളാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് പൊളിറ്റിക്സിൽ പഠിക്കാനുള്ളത്. അപ്പൊ മക്കൾ 80 മാർക്കിനാണെന്ന് മനസ്സിലാക്കുക. എസ് എ ക്വസ്റ്റ്യൻ ഏതൊക്കെ ചാപ്റ്റർ എന്നാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ മക്കൾ പൊളിറ്റിക്സിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് എന്താ തോന്നിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു കമന്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്